രമ്യ, ഫുഡ് കൊണ്ടുവന്നേ. ഇപ്പൊ തന്നെ ലേറ്റ് ആയി. എന്തൊരു പണി ഇതിനെ? നീ വേറെന്താണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്? മണിപ്പൂർ ഉണ്ടാക്കിയല്ലേ എനിക്കൊരു പണി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിട്ടാ കൊണ്ടുവന്നത്. അശ്ശോ, രാവിലെ തന്നെ ദുശകനാണല്ലോ. നല്ലൊരു ചില്ലി ക്ലാസ് താഴിട്ട് പൊട്ടിച്ചു. നിനക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ല. എന്തെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്തുകൂടെ നിനക്ക്? ഓ, എന്റെ അമ്മ അറിയാണ്ട് പറ്റിയതാ. ആരെങ്കിലും മനഃപൂർവ്വം ക്ലാസ് താഴിട്ട് പൊട്ടിക്കോ? ഞാൻ വൈകുന്നേരം വരുമ്പോ പറഞ്ഞാൽ വാങ്ങിച്ചിട്ട് വരാം. ദേ, നീ ജോലിയുള്ളത് അഹങ്കാരം എന്റെ അടുത്ത് കാണിക്കരുതേ. എന്തിനാ അമ്മ രാവിലെ തന്നെ വഴക്കിന് വരണേ? ഞാൻ ഒന്നും പറയാൻ അങ്ങോട്ട് വരുന്നില്ലല്ലോ. പെണ്ണുങ്ങളായി കഴിഞ്ഞാണ്ടല്ലോ വീട്ടിലത്തെ കാര്യം മര്യാദക്ക് നോക്കണം. വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടല്ല ഞാൻ ജോലിക്ക് പോണേ. എന്ത് കാര്യം ഞാൻ ഇവിടെ ചെയ്യാത്തെ? അതെ, വീട്ടിലെ കാര്യം ചുമ്മാ നോക്കിയാ പോരാ. വീട്ടിലെ കാര്യം നോക്കി കുടുംബത്തിരിക്കണം. അതാണ് വീടിന് ഐശ്വര്യം. ഹരി ജോലിക്ക് പോണ്ടല്ലോ, പിന്നെ നീ എന്തിനാ ജോലിക്ക് പോണേ? തർക്കിക്കാൻ ഞാനില്ല. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ജോലിക്ക് പോകും. എന്നെ ജോലിക്ക് പോവാണ്ട് വീട്ടിലിരുത്താന്നൊന്നും വിചാരിക്കണ്ട. ഞാൻ എന്തായാലും ജോലിക്ക് പോകും. എടാ, നിന്റെ പെങ്ങളുടെ കല്യാണക്കാരി എന്തായി? അതമ്മായി, അവൾക്ക് ഈ കല്യാണത്തോടും താല്പര്യമില്ല. കുടുംബം എങ്ങനെയെങ്കിലും നോക്കോളും, നെട്ടോടത്തില്ല. ആ ചിന്താഗതി മാറണമെങ്കിൽ ആദ്യം തന്നെ അവളെ ആ തുണിക്കടയിൽ ജോലിക്ക് പോക്കില്ല അതങ്ങോട്ട് നിർത്തിക്കുക. എന്നിട്ട് കുടുംബത്ത് വല്ല തയ്യലോ എന്തെങ്കിലും ചെയ്ത് വീട്ടിലിരുത്തിയാൽ മതി. അപ്പൊ ഈ ചിന്താഗതിയൊക്കെ മാറ്റം വരും. ഈ കെട്ടാച്ചരക്കായിട്ട് പെങ്ങന്മാരെ വീട്ടിൽ നിർത്തിയിട്ട് എന്താ കാര്യം? ഈ ജോലിക്ക് പോണ പെങ്ങന്മാർക്കൊക്കെ ഒരു അഹങ്കാരം ഉള്ളതാ പറയിപ്പിക്കുന്നത്. ഡി, എങ്ങോട്ടാ നീ കയറി പോണേ? ഈ സമയത്താണ് ഒരു കുടുംബത്തിൽ കയറി വരണേ. ഇത് നല്ല കുടുംബത്തുള്ള പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നല്ല കേട്ടോ. അമ്മ, എനിക്ക് ഓഫീസിൽ ജോലി കഴിഞ്ഞാലല്ലേ ഇറങ്ങാൻ പറ്റുള്ളൂ. ഓ, നീ ജോലിക്ക് പോയിട്ട് വേണല്ലോ ഇവിടെ കഴിയാനായിട്ട്. ജോലിയുടെ പേരും പറഞ്ഞ് അഴിഞ്ഞടി നടക്കല്ലേടി നീ. ദേ, അനാവശ്യം പറയരുത്. ജോലിക്ക് പോണവരെ കഴിഞ്ഞടി നടക്കാന്ന് അമ്മയുടെ അടുത്ത് ആരാ പറഞ്ഞേ? വെറുതെ അനാവശ്യം ഓരോന്ന് പറയരുത്. നീ ആരോടാടി കൈ ചൂണ്ടി സംസാരിക്കണതേ? അമ്മ എന്തിനാ വെറുതെ എന്നോട് വഴക്കൂടാൻ വരണേ? ഞാൻ മാത്രമാണോ ഈ വീട്ടിൽ ജോലിക്ക് പോണേ? ഹരിയേട്ടൻ ജോലിക്ക് പോണില്ലേ? അപ്പൊ ജോലിക്ക് പോയി വരുമ്പോ അമ്മയ്ക്ക് എത്ര നേരം വൈകി വന്നാലും ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ മാത്രം നേരം വൈകി വരുമ്പോഴാണോ കുഴപ്പം? അവൻ എപ്പോൾ കയറി വന്നാലും ഇവിടെ ചോദിക്കാനും പറയാൻ ആരുമില്ല. ഇനി നാട്ടുകാരൊന്നും പറയില്ല. അവനൊരാണാ. നീ എങ്ങനെയാണോ? പെണ്ണുങ്ങൾ അടങ്ങി ഒതുങ്ങി കുടുംബത്തിരിക്കണം. ഈ നേരത്തെ കയറി വരുന്ന പെണ്ണുങ്ങളെ എന്താ പറയാ? ഞാനും ഈ പ്രായം കഴിഞ്ഞിട്ടൊക്കെ എവിടം വരെ എത്തിയത്. പെണ്ണുങ്ങളായി കഴിഞ്ഞാലേ ഇച്ചിരി ഒതുക്കൊക്കെ നല്ലതാ. നീ എന്നെ നോക്കി പേടിപ്പിക്കണ്ട. എന്നെ ഭരിക്കാനും വരണ്ട. ഇതെന്റെ വീടാ. ഞാൻ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്ന വെച്ചാൽ മാത്രം നിന്നാ മതി. വേഗം പോയി വൈകുന്നേരത്തേക്കുള്ളത് എന്നിട്ട് വെച്ചാൽ അടുക്കളയിൽ കയറി ഉണ്ടാക്ക്. കുറച്ച് തുണികൾ അവിടെ അലക്കാട്ടുണ്ട്. അത് ആ വാഷിംഗ് മെഷീനിലിട്ട് അലക്കി തുണികൾ മുകളിൽ കൊണ്ടിട്. കുറച്ച് പാത്രങ്ങൾ അവിടെ കഴുകാണ്ട്. ഇതൊക്കെ ഇനി ആര് ചെയ്യുക? നീ ആ റൂമിൽ കയറി കഥ കടച്ച് അവിടെ ഇരിക്കണ്ട. വേഗം പോയി പണികളെടുക്കാൻ നോക്കും. എന്നെ കേട്ട് ഇവിടെ അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന വെച്ചാൽ മാത്രം ഇവിടെ നിന്നാൽ മതി.